ഇനി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണ്. അമൃത ടി.വി. നല്ലോണം കണ്ടോണം ലക്ഷ്യങ്ങൾ കൊണ്ടോണം എന്ന സമ്മാന പദ്ധതിയിലെ ഇന്നത്തെ വിജയികൾ ആരാണെന്നറിയാനുള്ള സമയമാണ്. മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഇന്ന് ചോദ്യം ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകിയവർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത്. സ്വയംവര സിൽക്സും വണ്ടർലായുമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയവരിൽ ഇന്നത്തെ വിജയികൾ ആരൊക്കെയെന്ന് ആദ്യം നോക്കാം. ഇന്ന് എല്ലാവരും തിരുവോണത്തിന്റെ ആഘോഷ നിറവിലായിരുന്നു. ആ ആഘോഷ നിറവിലും അമൃത ടി.വി. കാണുകയും അമൃത ടി.വിയിലെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുകയും ചെയ്ത വിജയികൾ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. ആദ്യ വിജയി ആരാണെന്ന് ഉടൻ തന്നെ അമൃത ടി.വിയുടെ സ്ക്രീനിൽ തെളിയുന്നതായിരിക്കും. ആദ്യ വിജയി തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള രാജേഷ് ആണ്. രാജേഷ് തിരുവനന്തപുരമാണ് ഇന്നത്തെ, അതായത് ഓണ ദിവസത്തെ ആദ്യ വിജയി രാജേഷ് തിരുവനന്തപുരം. ആവേശ കാഴ്ചകളുടെ കേളികൊട്ടുമായാണ് അമൃത ടി.വി. ഈ 20 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ 21ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ അമൃത ടി.വി. ആ സന്തോഷം ഓണക്കാലത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ഇനി അടുത്ത വിജയി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ്. ആരാണ് ആ വിജയി എന്നുള്ളത് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ തെളിയും. അതായത് കണ്ണൂരിൽ നിന്നുള്ള ബിബിൻ ജോസഫാണ് ഇന്നത്തെ രണ്ടാമത്തെ വിജയി. കണ്ണൂരിൽ നിന്നുള്ള ബിബിൻ ജോസഫാണ് ഇന്നത്തെ രണ്ടാമത്തെ വിജയി. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്ത് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകി സമ്മാനത്തിനായി കാത്തിരിക്കാം. ഇനിയും നിങ്ങൾക്ക് 2 ദിവസം കൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. മണിക്കൂറുകളുടെ ഇടവേളകളിലുള്ള ചോദ്യോത്തരത്തിനാണ് സമ്മാനങ്ങൾ നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്നാമത്തെ വിജയിയുടെ സമയമാണ്. ജിനേഷ് എം വാസു. പ്രേക്ഷകർക്ക് അമൃത ടി.വിയുടെ സ്ക്രീനിൽ കാണാം. എറണാകുളത്ത് നിന്നുള്ള ജിനേഷ് എം വാസു ആണ് ഇന്നത്തെ മൂന്നാമത്തെ വിജയി. ഇനി നമുക്ക് 2 ദിവസങ്ങൾ കൂടിയുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സമ്മാനങ്ങൾ നിങ്ങൾക്കും സ്വന്തമാക്കാൻ അമൃത ടി.വിയുടെ പ്രോഗ്രാമും ന്യൂസും ഒക്കെ കാണുക. അതിനിടയിലായിരിക്കും പ്രേക്ഷകരിലേക്ക് ആ ചോദ്യം എത്തുക. ഇനി അടുത്ത വിജയി ആരാണെന്നറിയാനുള്ള നിമിഷമാണ്. അർജുൻ ചന്ദ്രൻ, കോട്ടയത്ത് നിന്നുള്ള അർജുൻ ചന്ദ്രനാണ് അടുത്ത വിജയി. അങ്ങനെ ഓരോ വിജയികളെയും പ്രഖ്യാപിക്കുന്ന സമയമാണ്. ഇന്നും 12 വിജയികളാണ് അമൃത ടി.വി. നല്ലോണം കണ്ടോണം ലക്ഷ്യങ്ങൾ കൊണ്ടോണം പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അടുത്ത വിജയി ആരാണെന്നാണ്. 5ാമത്തെ വിജയി ആരാണെന്ന് ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. അനന്തു TS, തൃശ്ശൂരിൽ നിന്നുള്ള അനന്തു TS ആണ് ഇന്നത്തെ 5ാമത്തെ വിജയി. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കരുത്തും പ്രചോദനവുമായി അമൃത ടി.വി. എപ്പോഴുമുണ്ട്. ആ പ്രചോദനവുമായി ഞങ്ങൾ മുന്നേറുകയാണ്. ഇനി അടുത്ത വിജയി ആരാണെന്നുള്ള ഉടൻ തന്നെ സ്ക്രീനിൽ തെളിയും. കൊല്ലത്ത് നിന്നുള്ള സജ്ന ഷംനാദാണ് അടുത്ത വിജയി. ഇന്നത്തെ 6ാമത്തെ വിജയി കൊല്ലത്ത് നിന്നുള്ള സജ്ന ഷംനാദാണ്. മണിക്കൂറുകളുടെ ഇടവേളകളിലുള്ള ചോദ്യോത്തരത്തിന് സമ്മാനങ്ങൾ നൽകുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വയംവര സിൽക്സും വണ്ടർലായുമാണ്. ഇന്ന് തിരുവോണം ചതയം ദിനം വരെയാണ് ഇന്നത്തെ ഈ മത്സരമുള്ളത്. അടുത്ത വിജയി തെളിഞ്ഞു കഴിഞ്ഞു. പ്രജീഷ്, കോഴിക്കോട് നിന്നുള്ള പ്രജീഷ് ആണ് അടുത്ത വിജയി. പ്രജീഷ് കോഴിക്കോട് നിന്നുള്ള. ഒപ്പം തന്നെ ഇനിയും പ്രേക്ഷകർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. 8ാമത്തെ വിജയി ആരാണെന്ന് അറിയുകയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള രാജേഷ് ആണ് 8ാമത്തെ വിജയി. ഒപ്പം തന്നെ നിരവധി പ്രോഗ്രാമുകൾ, അതായത് അനീസ് കിച്ചൺ, അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ, സന്ധ്യാദീപം, തോന്നിയാക്ഷരങ്ങൾ, അങ്ങനെ പ്രോഗ്രാമുകളും ഒപ്പം തന്നെ വാർത്തകളുടെ സമഗ്രതയുമായി പ്രേക്ഷകരിലേക്ക് എത്തുന്ന ബുള്ളറ്റിനുകളൊക്കെയുണ്ട്. ഇനി 9ാമത്തെ വിജയി ആരാണെന്ന് അറിയുകയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള രഘുനാഥനാണ് 9ാമത്തെ വിജയി. ഇനിയും 3 വിജയികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വിജയികളും അമൃത ടി.വിയുടെ സ്ക്രീനിൽ തെളിയും. അടുത്ത വിജയി ആരാണെന്ന് നോക്കാം. കൊല്ലത്ത് നിന്നുള്ള ശിവപ്രസാദാണ് അടുത്ത വിജയി. കൊല്ലത്ത് നിന്നുള്ള ശിവപ്രസാദാണ് അടുത്ത വിജയി. ഇനി 2 വിജയികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ഇന്നത്തെ അമൃത ടി.വി. നല്ലോണം കണ്ടോണം ലക്ഷ്യങ്ങൾ കൊണ്ടോണം തിരുവോണ നാളിലെ വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത്. 11ാമത്തെ വിജയി ആരാണെന്ന് സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. മലപ്പുറത്ത് നിന്നുള്ള ഹരികൃഷ്ണയാണ് 11ാമത്തെ വിജയി. ഇനി ഒരു വിജയി കൂടിയാണ് പ്രഖ്യാപിക്കാനുള്ളത്. അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ഉടൻ തന്നെ സ്ക്രീനിൽ തെളിയും ആ വിജയും ആരാണെന്നുള്ളത്. മായാദേവി S ആണ്. കോട്ടയത്തു നിന്നുള്ള മായാദേവി S ആണ് 12ാമത്തെ വിജയി. അങ്ങനെ ഇന്നത്തെ മുഴുവൻ വിജയികളെയും, അതായത് 12 വിജയികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയും പ്രേക്ഷകർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമ്മാനങ്ങൾ കരസ്ഥമാക്കാനുള്ള അവസരമുണ്ട്. 2 ദിവസം കൂടി, ചതയം നാൾ വരെയാണ് ഈ പരിപാടിയുള്ളത്. ആനീസ് കിച്ചൺ, അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ, കോമഡി സ്റ്റാർ, സന്ധ്യാദീപം, തോന്നിയാക്ഷരങ്ങൾ രാവിലെ 10 മണി മുതൽ രാത്രി 11 വരെയുള്ള സമയങ്ങളിൽ ഓരോ മണിക്കൂറുകളിലും ഇടവിട്ടായിരിക്കും പ്രേക്ഷകരിലേക്ക് ആ ചോദ്യം എത്തുക. ആ ചോദ്യത്തിന് ശരി ഉത്തരം അയച്ചവർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമ്മാനങ്ങൾ നൽകിയത്. എന്തായാലും ഇനി ഒരു മെഗാ വിജയി കൂടിയുണ്ട്. ആ മെഗാ വിജയിയെ അറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും.
ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മെഗാ വിജയി ആരാണെന്നുള്ള പ്രഖ്യാപനമാണ് അടുത്തതായി. ഈ തിരുവോണ ദിവസത്തെ ആ മെഗാ വിജയി അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ പ്രേക്ഷകരും എന്നറിയാം. ഏറ്റവും കൂടുതൽ ശരി ഉത്തരം അയച്ചവരിൽ നിന്ന് തെരഞ്ഞെടുത്ത മെഗാ വിജയി ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. ആ മെഗാ വിജയി നമുക്കൊപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളത്ത് നിന്നുള്ള ബീന മോഹനാണ് ഇന്നത്തെ മെഗാ വിന്നർ. അമൃത ടിവിയുടെ 1 ലക്ഷം രൂപയാണ് ബീന മോഹനൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. 1 ലക്ഷം രൂപ, അതായത് ഇന്നത്തെ ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശരി ഉത്തരം അയച്ചവരിൽ നിന്ന് തെരഞ്ഞെടുത്ത മെഗാ വിജയിയാണ് ഇന്നത്തെ ബീന മോഹനൻ. ബീന മോഹനൻ ടെലിഫോണിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഹലോ. ഹലോ, അഭിനന്ദനങ്ങൾ. അമൃത ടിവിയുടെ 1 ലക്ഷം രൂപയാണ് ഈ ഓണാഘോഷത്തിന്റെ ഇടയിൽ സമ്മാനമായി ലഭിച്ചിട്ടുള്ളത്. സന്തോഷം. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഇങ്ങനെ സമ്മാനം 1 ലക്ഷം രൂപ മെഗാ സമ്മാനമായി സ്വന്തമാക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ബീന എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണ്. അപ്പോൾ 1 ലക്ഷം രൂപയാണ് ഈ തിരുവോണ ദിവസം. വലിയൊരു ആഘോഷ നിറവിലാണ് നമ്മൾ എല്ലാവരും. തിരുവോണ ആഘോഷിച്ച നിറവിലാണ്. ആ സമയത്താണ് ഈ സമയം 1 ലക്ഷം രൂപ അമൃത ടിവിയിൽ നിന്ന് സമ്മാനമായി ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഭർത്താവ്, 2 മക്കള്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? ചേട്ടൻ കർഷകനാണ്. മക്കള് ഒരാള് പഠിത്തം കഴിഞ്ഞു, ഒരാള് പഠിക്കുന്നു. അമൃത ടിവി കാണാറുണ്ടോ? ഏത് പ്രോഗ്രാമുകളൊക്കെയാണ് കാണാറ്? വാർത്തകളൊക്കെ കാണാറുണ്ടോ? എങ്ങനെയാണ്? ന്യൂസ് കാണാറ്. ന്യൂസാണ് കൂടുതലും കാണാറ്. നഗളങ്ങളൊന്നും ഇല്ലാത്തൊരു ന്യൂസാണല്ലോ, അതുകൊണ്ട്. ഇന്ന് ഓണ ദിവസമായിരുന്നു. അപ്പൊ ആ ആഘോഷങ്ങൾക്കിടയിലും അമൃത ടിവി കാണാൻ സമയം കണ്ടെത്തി എന്നുള്ളത് വലിയ കാര്യം. ഈ 1 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ? ഓണത്തിന് കിട്ടിയൊരു വലിയ സമ്മാനല്ലേ? ഞാനൊരു പശുവിനെ മേടിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. കേട്ടില്ല. ഒരു പശുവിനെ മേടിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഓ, വലിയ കാര്യം. വീട്ടില് പശു ഉണ്ടോ? വേറെ അങ്ങനത്തെ ക്ഷീര കർഷക അങ്ങനെയൊക്കെയാണോ? 2 കിടാക്കളേ ഉള്ളൂ. ഒരു പശുവിനോടെ വേണം. വലിയ സന്തോഷം. എന്തായാലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓണാശംസകളും ഒപ്പം നേരുന്നു. വീട്ടിൽ ഇപ്പോ മക്കളൊക്കെ കൂടെ ഉണ്ടോ? ഉണ്ട്, കൂടെ ഉണ്ട്. എന്തായാലും നാളെ തന്നെ അമൃത ടിവിയുടെ ടീം അംഗങ്ങൾ ബീനയുടെ വീട്ടിലേക്ക് എത്തും. ഈ സമ്മാനം നാളെ തന്നെ 1 ലക്ഷം രൂപ ഞങ്ങൾ കൈമാറുന്നതായിരിക്കും. സന്തോഷം. താങ്ക് യു. എന്തായാലും എല്ലാ ഇന്നത്തെ 12 വിജയികൾക്കും അതുപോലെ തന്നെ മെഗാ വിജയിക്കുമൊക്കെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവിധർക്കും, എല്ലാ സമ്മാനം നേടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിക്കുകയാണ്. എന്തായാലും അമൃത ടിവി നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം സമ്മാന പദ്ധതിയിലെ മെഗാ വിന്നർ ഇന്ന് ആയിട്ടുള്ളത് എറണാകുളത്ത് നിന്നുള്ള ബീന മോഹനാണ്. എന്തായാലും ഇനിയും പ്രേക്ഷകർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം 2 ദിവസം കൂടിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ദിവസവും അമൃത ടിവി കാണുക. രാവിലെ 10 മുതൽ വൈകിട്ട് 11 വരെയുള്ള ഓരോ മണിക്കൂറുകളുടെ ഇടവേളകളിലുമായിരിക്കും നിങ്ങളിലേക്ക് ചോദ്യം എത്തുക. ആ ചോദ്യത്തിന് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് നറുക്കെടുത്താണ് 12 വിജയികളെ പ്രഖ്യാപിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശരി ഉത്തരം അയച്ചവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് മെഗാ വിജയി, അതായത് 1 ലക്ഷം സമ്മാനം കരസ്ഥമാക്കുന്നത്. ആ രീതിയിലാണ്. എന്തായാലും ഓണനാളുകളിൽ മുഴുവൻ ഈ സമ്മാന മഴ തുടരും. 2 ദിവസം കൂടി തുടരും. ഇന്ന് സമ്മാനം കിട്ടാത്തവരാരും നിരാശരാവേണ്ട. എന്തായാലും അടുത്ത വിജയി ഒരുപക്ഷെ നിങ്ങളാകാം. അമൃത ടിവിയിലെ പരിപാടികളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ മുടങ്ങാതെ കാണുക. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അമൃത ടിവി നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഇതോടെ ടോപ്പ് 10 പൂർണ്ണമാകുന്നു. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകളും നേരുന്നു.